താങ്കൾ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കാൻ കാരണം എന്താ? ഒരുപാടുണ്ടല്ലോ. എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബാധ്യ. പിന്നെ ഇസ്ലാമിനെ വിമർശിക്കാൻ കാരണം എന്താണെന്നോ? അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇസ്ലാം വളരെ പ്രശ്നം പിടിച്ചൊരു സാധനമായതുകൊണ്ട്. എന്ത് തെളിവാ താങ്കളെത്തുള്ള? തെളിവോ? എന്തിനൊക്കെയുള്ള തെളിവാ വേണ്ടത്? താങ്കൾക്ക് എന്നാ ഇത്ര വിമർശിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം ഒരു 2 പോയിന്റ് പറഞ്ഞു. ഓക്കെ, ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ്, ഇസ്ലാം മാനവിക വിരുദ്ധമാണ്, ഇസ്ലാം ആന്റൈ സെക്കുലർ ആണ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മതിയോ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? കിതാബുകൾ പറഞ്ഞു ഇസ്ലാമിലെ. വേറെന്താ കിതാബുകൾ ഏതാ പറഞ്ഞ ഇത് പറഞ്ഞ വചനം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നും കണ്ടില്ലേ പറഞ്ഞത്? ആരെ ഒന്നുകൂടി പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ട്. നാവില്ലേ? ബുദ്ധിമുട്ടുണ്ട് ആവർത്തിക്കാൻ. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പേടിയാണോ? ഓ, പേടിയാണോ? ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. എന്നാ നീ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പറടാ. പബ്ലിക് പറഞ്ഞ എന്ത് ചെയ്യും? നീ ഇറങ്ങിപ്പറ, അപ്പം തിരിയും. പബ്ലിക്കിൽ പറഞ്ഞ എന്താ ചെയ്യാ? പറയേ. പബ്ലിക്കിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ പബ്ലിക്കിൽ 2 പന്തൽ വെച്ചിട്ട് കെട്ടിയിട്ട് പറടാ. പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഒരവസരം ഇത്തരില്ലേ? ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കാണിച്ചല്ലോ. ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇസ്ലാം ഇതേപോലെ ഈ പേപ്പട്ടി മതമാണ്. പേപ്പട്ടി പിടിച്ച കുറെ ആളുകളെ ഉണ്ടാക്കും. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. അതെ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും പാർക്കിലിരുന്ന് പൊട്ടിത്തെറിച്ച് അവിടെ ആളുകൾ കൊല്ലപ്പെടുമ്പോ അതിനെ തടയൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. നിങ്ങളെ ഞാൻ പണ്ട് പേപ്പട്ടിയായിരുന്നു, ഒരു സംശയമില്ല. അതെ, ഇപ്പൊ നീ പേപ്പട്ടിയാണ്, ഞാൻ പേപ്പട്ടിയല്ല. ഞാൻ എക്സ് പേപ്പട്ടിയാണ്. അതെ, എക്സ് പേപ്പട്ടിയാണ്. ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്ത ആളും ഒരുമിച്ച് വന്ന് നിങ്ങളെ മുന്നേ വന്നിട്ട് 100 രൂപ ചോദിച്ചാൽ നിങ്ങൾ ആർക്കാണ് സദക്ക കൊടുക്കുക? ആദ്യം നമ്മൾ ആരാ അവകാശപ്പെട്ട അവർക്ക് കൊടുക്കും. അതാരാണ് അവകാശപ്പെട്ട ആള്? ആരാ നമ്മൾ അന്നേരം നോക്കൂ. നോക്കിയിട്ട് പറയും. ഒരു മുസ്ലിമും ഉണ്ട്, ഒരു അമുസ്ലിമും ഉണ്ട്. നിങ്ങൾ ആർക്ക് സക്കാത്ത് കൊടുക്കണം ആദ്യം? അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ. 2 പേർക്കും തുല്യമായിട്ട് ഉണ്ടാണ്. കോയ ഏത് ലോകത്താ ജീവിക്കണേ? നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് കുറെ ആയി കോയ. കോയയുടെ ഈ പുതിയ ബാച്ചാണ്, അതിന്റെ ഒരു ആവേശമാണ്. അത് നമ്മൾ കണ്ടില്ല. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. പേരായിട്ട് നായി. നായി. ആയിക്കോട്ടെ, നിങ്ങൾ വിളിച്ചോ. എന്താ കുഴപ്പം? നല്ല പേരല്ലേ? പിന്നെ നിങ്ങളുടെ മൂത്ത നായി ഉണ്ടല്ലോ അവിടെ, മുഹമ്മദ് നായി, സല്ലല്ലാഹു അലൈഹി വസല്ലം നായി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കി കഴിഞ്ഞാ വിളിച്ച ആവേശം ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? ക്ഷീണമായല്ലോ. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ.